ഹലോ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ അയിലയാണ് കറി വെക്കാൻ പോകുന്നത്. നമ്മൾ അയില വെട്ടാൻ ഒരുങ്ങിയാണ്. ഐസ് പോകാനായിട്ട് വെള്ളത്തിൽ ഇട്ടിരിക്കുകയാണ്. അയില ഭയങ്കര ഐസിലായിരുന്നു, അത് ഐസ് വിടാൻ വേണ്ടി വെള്ളത്തിൽ ഇട്ടിരിക്കുകയാണ്. നമ്മൾ മീൻ വെട്ടാൻ പോവുകയാണ്. നമ്മൾ മേടിച്ച മീൻ അയിലയാണ്. അത് നമ്മൾ ശകലം വെള്ളം എടുത്ത് കഴിഞ്ഞ് നമ്മൾ ആ ശകലം ഉപ്പിട്ട് നമ്മൾ വെട്ടി മീനകത്ത് ഇടുന്നത്. എന്നാലേ ആ മീനിൻ്റെ ഉളുമ്പ് മാറാൻ വേണ്ടിയാണ് നമ്മളങ്ങനെ ചെയ്തത്. ഒത്തിരി ഉപ്പിടരുത്, ശകലം ഉപ്പ് ഇടാവുള്ളൂ. അല്ല മീനകത്ത് ഉപ്പ് കണ്ടാലും പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇച്ചിരി ഉപ്പിടുന്നത്. ഉപ്പ് ഇട്ട് നടക്കാൻ അതായത് അപ്പോൾ ഒത്തിരി നമുക്ക് മീൻ തേച്ച് കഴുകണ്ട, നമ്മൾ കുറച്ച് തേച്ച് കഴിയാൽ മതി. അല്ലെങ്കിൽ നമ്മൾ ഒത്തിരി വിഷമിക്കാം. അതിനൊക്കെ നല്ലതാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ മീനാണെങ്കിലും നല്ല രുചി വരും, അതിനാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. കൂട്ടുകാരെ, മീൻ വെട്ടാൻ അറിയാൻ മേലാത്തവരുണ്ടല്ലോ, അവർക്കായിട്ട് ഞാൻ ഒരു മീൻ വെട്ടിക്കാണിക്കാം. കൂട്ടുകാരെ, മീൻ വെട്ടാൻ അറിയാൻ മേലാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ ഒരു മീൻ വെട്ടിക്കാണിക്കുന്നത്. ആദ്യമേ നമ്മൾ ചെതമ്പൽ കളയണം. രണ്ട് സൈഡിലും ചെതമ്പൽ നല്ലോണം കളഞ്ഞിട്ട് രണ്ട് സൈഡിലും നമ്മൾ ചിറക് രണ്ടും വെട്ടിക്കളയണം. അത് കഴിഞ്ഞ് നമ്മൾ വാല് കട്ട് ചെയ്യാണ്. വാല് കട്ട് ചെയ്ത് കഴിഞ്ഞാണ് നമ്മൾ തല മുറിക്കുന്നത്. അത് നമ്മൾ പെട്ടെന്ന് പഠിക്കാനായിട്ടാണ് നമ്മളിങ്ങനെ മുറിക്കുന്നത്. അപ്പം പെട്ടെന്ന് തന്നെ മുറിക്കുകയും ചെയ്യുക. എളുപ്പം പണി തീരാനാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ വെട്ടുവാണെങ്കിൽ നമുക്ക് ഇതിനകത്തൊരു ശകലം പോലും അഴുക്ക് നിൽക്കുകയില്ല. ഇതുപോലെ ഇരിക്കുന്നു മീന, തുള്ളി പോലും അഴുക്ക് കാണത്തില്ല. ഇങ്ങനെ വെട്ടണം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കുക്ക് ചെയ്തത് കൊടുമ്പുളി ഇട്ടാണ് നമ്മൾ ചെയ്തത്. നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഇരുമ്പുളി ഇട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതേപോലെ നമുക്ക് കിട്ടിയ അയില നല്ല ഫ്രഷ് അയിലയാണ് നമുക്ക് കിട്ടിയത്. ഇഞ്ചിയും വെളുത്തുള്ളിയും കടുകും കൂടി ഇടിച്ചത്, മുളക് പൊടി, നമ്മൾ സാധാ മുളക് പൊടിയാണ്, എരിവുള്ളതാണ് എടുത്തിരിക്കുന്നത്. അതങ്ങനെ ഇടുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇരുമ്പുളി ഇടുന്നുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തത്. അതുകൊണ്ട് എരിവ് വേണം. മല്ലിപ്പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, അതിന് വേണ്ട വെള്ളമാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. നമ്മൾ ഇനി ഗ്യാസ് കത്തിച്ചു നമ്മൾ ചട്ടി കോട്ടൺ തുണി കൊണ്ട് നല്ലപോലെ തുടച്ച് വൃത്തിയാക്കിയിട്ട് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ നല്ലപോലെ വൃത്തിയാക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് ഗ്യാസ് ഒത്തിരി ചിലവായിരിക്കാൻ വേണ്ടി നമ്മൾ ആദ്യത്തെ വീഡിയോ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കോട്ടൺ തുണിയും കൊണ്ട് ചട്ടി നല്ലപോലെ തുടച്ച് വേണം വെക്കാനൊന്ന്. ചട്ടി നമ്മൾ ചൂടാൻ വെച്ചിരിക്കുകയാണ്. അത് ചൂടാവട്ടെ. ഫ്രഷായ കരിയാപ്പൽ വേണം. നമ്മൾ എപ്പം മീൻ കറി വെച്ചാലും നല്ല ഫ്രഷായിട്ടുള്ള കരിയാപ്പൽ ഇട്ടാലേ ആ കറിക്ക് രുചി വരത്തുള്ളൂ. അതിനാണ് നമ്മൾ ഫ്രഷായിട്ട് തന്നെ കരിയാപ്പൽ എടുത്തിരിക്കുന്നത്. ചട്ടി നല്ലപോലെ ചൂടായി, നമ്മൾ ചൂടായതിൻ്റെ പുക വരുന്നുണ്ട്. അപ്പോൾ നല്ലപോലെ ചൂടായിട്ടുണ്ട്. അതിന് വേണ്ട എണ്ണയാണ് ഒഴിക്കുന്നത്. നമ്മൾ എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാകണം. നല്ലൊരു ചൂടായാലേ നമുക്ക് ഉലുവിടാൻ ഒക്കത്തുള്ളൂ. അപ്പം നമ്മൾ കടുക് ഇടുന്നില്ല. നമ്മൾ കടുക് വെളുത്തുള്ളി ഇവിടെ ഇടിച്ചതുകൊണ്ട് നമ്മൾ കടുക് ഇടുന്നില്ല. അപ്പം നമ്മുടെ എണ്ണ നല്ലപോലെ ചൂടായി. നമ്മൾ ഇത്രയും സാധനമാണ് നമ്മൾ മീൻകറിക്ക് ചേർക്കുന്നത്. അത് സബോള നീളത്തിൽ ചെറുതായിട്ട് അരിയണം. അത് സബോള 4ആയിട്ട് കട്ട് ചെയ്തിട്ടാണ് ചെയ്യാനായിട്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഉലുവ ഇടുകയാണ്. ഇപ്പം നമ്മൾ കടുക് ഇടത്തില്ല. കടുക് ഇടാമെന്ന് പറഞ്ഞാൽ നമ്മൾ കടുക് ഇടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നമ്മൾ കടുക് ഇടത്തില്ല. അപ്പോൾ ഉലുവ നല്ലോണം മൂത്ത ശേഷമേ നമുക്ക് മറ്റുള്ള സാധനങ്ങൾ ഇടാൻ ഒക്കത്തുള്ളൂ. ഇഞ്ചിയും വെളുത്തുള്ളിയും കടുകും ഇടിച്ചത്, സബോള, ഇത്രയും നമ്മൾ ഇടാൻ പോവുകയാണ്. നമ്മളിതെല്ലാം നമ്മൾ ഇട്ടിട്ടുണ്ട്. വെളുത്തുള്ളി, ഇഞ്ചി, സബോള കൊണ്ട് ഇത്രയും വലിപ്പത്തിൽ നീളത്തിൽ കനം കുറച്ച് അരിയണം. നമ്മൾ ഇടുന്നത് ഇരുമ്പുളിയാണ് നമ്മൾ ഇടുന്നത്. വേറെ രുചിയായിട്ടും കരിയാതെ വേണം നമ്മൾ ചെയ്യാനായിട്ട്.
അപ്പോൾ ഇനി നമ്മൾ സിമ്മിലിടുകയാണ്. ബാക്കി കറി സിമ്മിലിട്ട് നമുക്ക് ചെയ്യാനൊക്കത്തുള്ളൂ. ഇനി നമ്മൾ മുളക് പൊടി ഇടുകയാണ്. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾ പൊടിയാണ് ഇത്. ഉണ്ടോ, മല്ലിപ്പൊടി, മഞ്ഞൾ പൊടിയാണ്. നമ്മളത് ഇടുകയാണ്. നമ്മൾ അതൊന്ന് ശരിക്കും ഇളക്കട്ടെ. കരിയില്ല, അതിൻ്റെ കറിയുടെ രുചി പോകും. നമ്മൾ ശകലം വെള്ളം ആഡ് ചെയ്യുന്നു. നമ്മൾ തിളച്ചതിന് ശേഷമേ കരിയാപ്പില ഇടത്തുള്ളൂ. നല്ലോണം തിളച്ച് നമ്മൾ കരിയാപ്പില ഇടുകയാണ്. എന്നാലേ ആ കരിയാപ്പില ഗുണം ഇറങ്ങാനായിട്ട്. ഇതുപോലെ കളർ കിട്ടണം. നമ്മൾ മുളക് കരിയാതെ വഴറ്റി കിട്ടിയാൽ ഇതുപോലെ നല്ല കളറ് കിട്ടും. എന്നാലും ആ കറിയുടെ ഒരു ടേസ്റ്റും ഭംഗിയും വരും. ഇതുപോലെ നല്ല കളറ് കിട്ടും. ഇനി നമ്മൾ ഇടുന്നത് പുളിയാണ്, ഇരുമ്പൻ പുളി. ഇരുമ്പൻ പുളി അങ്ങനെ ഇടുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ പുളി ഒന്ന് ഇറങ്ങാൻ വേണ്ടി. നമ്മൾ നേരത്തെ തന്നെ നമ്മൾ വഴറ്റിയപ്പോൾ ഉപ്പിട്ടിട്ടുണ്ട്. എന്നിട്ട് ഇത് ചെറുതായിട്ടും തിളയ്ക്കാൻ വേണ്ടി, പുളി ഇറങ്ങാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ ഒന്ന് തിളയ്ക്കാൻ വെക്കുകയാണ്. ഉണ്ടോ, നല്ല നല്ല കറിയായി കിട്ടിയിട്ടുണ്ട്. ഒന്ന് ഒന്ന് തിളയ്ക്കണം. ഒന്ന് തിളച്ച പുളി ഇറങ്ങിയിട്ട് വേണം നമുക്ക് അയില കഷ്ണം ഇടാനായിട്ട്. കറി നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. അത് നമ്മുടെ പുളി ആദ്യം ഇട്ടിട്ട് പുളി ഇറങ്ങാൻ വേണ്ടി. ഇനി നമ്മൾ ചെയ്യുന്നത് മീനാണ്. എന്നിട്ട് ആ ഇരുമ്പുള്ളി പുളി ഇറങ്ങിയാൽ നമ്മുടെ മീൻ പുളി പിടിക്കണ്ട. അതിനാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. കുഴമ്പുളി അത്രയും വരികയല്ല. അപ്പോൾ അതിനാണ് നമ്മൾ നേരത്തെ അത് തിളപ്പിക്കുന്നത്. അപ്പോൾ അത് പുളി ഇറങ്ങാൻ വേണ്ടിയാണ് നമ്മളങ്ങനെ ചെയ്തത്. ഇത്രയും വെള്ളം മതി. വെച്ചാൽ നമ്മൾ കുഞ്ഞൈലയല്ലേ, അപ്പോൾ അതിന് ഒത്തിരി വേവില്ലല്ലോ. അപ്പോൾ കണ്ടാലും വെള്ളം വെച്ചാൽ മീൻ മലന്നു. അത് മലക്കായിരിക്കാൻ വേണ്ടി നമ്മൾ അതിന് കണക്കുള്ള വെള്ളം വെച്ചിട്ടുള്ളൂ. നല്ല അത് മുളക് പൊടി നമുക്ക് കരിയരുത്. മുളക് പൊടി കരിഞ്ഞാൽ കറി കറുത്ത് പോകുന്നത്. അപ്പോൾ ആ ഒരു കണക്കിന് വേണം നമ്മൾ മുളക് പൊടി വഴറ്റിയെടുക്കാനായിട്ട്. നമ്മൾ ആ മുളക് പൊടിയും വെളുത്തുള്ളി, ഇഞ്ചിയും, കടുകും എല്ലാം ഒന്നിച്ച് സബോള എല്ലാം ഒന്നിച്ച് വഴറ്റി ഇട്ടിട്ടാണ് നമ്മൾ മുളക് ഇട്ടത്. മുളകും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ടത്. അത് എന്നിട്ട് വഴറ്റി കഴിഞ്ഞ് നമ്മൾ വെള്ളം ഒഴിച്ച് തിളപ്പിക്കുകയാണ്. നല്ലപോലെ തിളച്ച് കഴിഞ്ഞാണ് നമ്മൾ കരിയാപ്പില ഇടുന്നത്. അപ്പം കരിയാപ്പിലയുടെ ഗുണം ഇറങ്ങും. അപ്പോൾ ആ സമയം കൊണ്ട് അല്ല, കരിയാപ്പില ആദ്യം ആ മുളകിൻ്റെ കൂടെ ഇട്ട കരിയാപ്പില അങ്ങ് കണ്ടുപോകാൻ ഇതായി പോകും. ഇതങ്ങനെ വരാതിരിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ ചെയ്തു. ഇനി നമ്മുടെ കറിയാവട്ടെ. നമ്മൾ തിളയ്ക്കാൻ വെച്ചിട്ട് കറി വേവാൻ വെക്കും. ഇപ്പോൾ നമ്മുടെ കറി റെഡിയായിരിക്കുകയാണ്. കണ്ടോ, നല്ല ഭംഗി. കണ്ടോ, ഇങ്ങനെ വേണം. മുളക് ഒത്തിരി മൂക്കാൻ പാടില്ല. മുളക് മൂത്ത കറി കറുത്തിരിക്കും. അപ്പോൾ നമ്മുടെ കറി റെഡിയായി. കൂട്ടുകാരെ, നിങ്ങൾ ഇതുപോലെ നിങ്ങൾ ചെയ്യണം. നിങ്ങൾ എനിക്ക് ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക.